सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। गुरुपादुकाभ्यां स्मरामि नित्यम् उभास्म्यहं रमणतत्तुल्यदेवं तीर्थीकरं तीर्थपदप्रदर्शकं पिबामि नित्यं गुरुचरणतीर्थम्। நம சிவாய வாழ்க, நாதந்தாள் வாழ்க, இமை பொழுதும் என் நெஞ்சில் நீங்காதான் தாழ்வாழ்க, கோகழியாண்ட குருமனிதன் தாழ்வாழ்க, ஆகமம் ஆகி நின்று அன்னிப்பான் தாழ்வாழ்க, ஏகன் அநேகன் இறைவன் அடிவாழ்க, வேகம் கெடுத்து ஆண்ட வேந்த நடிவெல்க, பிறப்பருக்கும் பிஞ்சகந்தன் பெய்கழல்கள் வெல்க, புறத்தார்க்கு செய்யோன் தன் பூங்கழல்கள் வெல்க, கரம் கூவிவார் உள்மிகழும் கோன்கழல்கள் வெல்க, சிரம் குவிவார் ஓங்குவிக்கும் ஷீரோன் கழல் வெல்க. திருவாசகம், ശിവപുരാണം. അതിൽ ആദ്യത്തെ 5 വരികൾ നമ്മൾ വിചാരം ചെയ്തു. ഭഗവത് പ്രാപ്തിക്ക്, സാധനയ്ക്ക് ഒരു ആലംബമായിരിക്കുന്നത് ഭഗവൻ നാമമായ പഞ്ചാക്ഷരമാണ്. ആ പഞ്ചാക്ഷരം ലക്ഷ്യമാക്കുന്നത് സാക്ഷാത് ഈശ്വരനെയാണ്. ആ പഞ്ചാക്ഷരത്തിൻ്റെ സ്വരൂപം എന്താണ്? ആത്മാവ് തന്നെയാണ്. പഞ്ചാക്ഷരം ശിവമാണ്, ശിവം ആത്മാവാണ്, മംഗളമായ പൊരുളാണ് എന്ന് നമ്മൾ കണ്ടു. അതിനെ ശ്രദ്ധാപൂർവം ഒരു കാലത്തും വിടാതെ തദാത്മനി നിരതോയം ഹി ഉപനിഷത്സു ധർമ്മ, ഒരു കാലത്തും വിടാതെ നിരന്തരം അതിനെ ശ്രദ്ധാപൂർവം ആലംബമായിട്ട് വച്ച് ആ കിട്ടിയ ആനന്ദത്തെ വിടാതെ ഉള്ളിൽ തന്നെ നിലനിർത്താൻ നമുക്ക് കരുത്തേകണതായിട്ടുള്ള ഗുരു, ആ ഗുരുവിൻ്റെ കാരുണ്യം വേണം. ആ ഗുരുവിൻ്റെ പാദത്തിനൊരു നമസ്കാരം. ആ ഭഗവാന്റെ സ്വരൂപം എന്താണ്? ആനന്ദമാണ് ഭഗവാന്റെ സ്വരൂപം. ഭഗവാൻ ഏകനാണ്, അനേകനാണ്. എല്ലാവരുടെ ഉള്ളിലും അന്തര്യാമിയായിട്ട് ഭഗവാൻ നിലകൊള്ളണു. ഗീതയിൽ ഭഗവാനെ പറയണു, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി, അഹം ആത്മാ ഗുഡാകേശ എന്ന് പറയുന്നു. ഞാൻ ആത്മാവ് തന്നെയാണ്. ഗുഡാകേശ എന്ന് പറഞ്ഞാൽ ഉറക്കത്തെ ജയിച്ചവൻ. ഉറക്കം എന്ന് പറഞ്ഞാൽ അന്ധകാരം, അവിദ്യ എന്നർത്ഥം, അജ്ഞാനം എന്നർത്ഥം. അവിദ്യായാം അന്തരേ വർത്തമാനേ സ്വയം ധീരാഹ പണ്ഡിതം മന്യമാനാഹ. ഉറക്കത്തിലെ സ്വപ്നത്തിൽ നമ്മൾ ഒരുപാട് പണ്ഡിതനാണെന്നോ അവാർഡുകൾ കിട്ടുന്നത് പോലെയൊക്കെ നമ്മൾ കരുതണു. പക്ഷെ വാസ്തവത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ അതെല്ലാം പോയതുപോലെ. നമ്മളൊരു കൂട്ടുകാരൻ, അദ്ദേഹത്തിന് പോലീസിൽ ജോലി. അപ്പം ഇദ്ദേഹം ഒരു സ്വപ്നം കണ്ടു, മിനിസ്റ്റർ പ്രസംഗിക്കണതിനിടയിൽ മിനിസ്റ്ററിന് എന്തോ ഒരു അസ്വസ്ഥത വന്ന് വീഴാൻ പോയതും ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ മിനിസ്റ്ററിനെ എടുത്തിട്ട് ഓടുകയാണ്. കിലോമീറ്ററോളം ഓടുകയാണ്. എവിടെയാ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹം കൊണ്ടുപോയി അഡ്മിറ്റാക്കി, ഡോക്ടർ ചികിത്സ തുടങ്ങി. വെളിയിലിറങ്ങിയിട്ട് പറഞ്ഞു, ഒരു 2 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ കാര്യം സമാപ്തിയായെന്ന്. ഒരു 2 മിനിറ്റിൻ്റെ
2 മിനിറ്റ് വൈകിയാൽ കഴിഞ്ഞു പോയെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ മിനിസ്റ്റർ ഇദ്ദേഹത്തിനെ കാണാൻ വിളിച്ചു. എൻ്റെ ജീവൻ രക്ഷിച്ച ആൾക്ക് ഒരു പുരസ്കാരം കൊടുക്കണം എന്ന് പറഞ്ഞു. വലിയ പരിപാടി. ഇദ്ദേഹം ഈ വേഷധാരണമൊക്കെ ചെയ്ത് പരിപാടിക്ക് വന്നു. അവാർഡ് ആ മിനിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പോയതും അടുത്തിരുന്ന ആളുടെ എന്തോ ഗ്ലാസോ എന്തോ തറയിൽ വീണ് എണീറ്റപ്പോ അവാർഡും പോയി, മിനിസ്റ്ററും പോയി, കണ്ട ആൾക്കാർ, ഓഡിയൻസ് ഒക്കെ പോയി. അദ്ദേഹത്തിനോട് പറയാണ്, ഞാനൊന്ന് അവാർഡ് വാങ്ങിച്ചിട്ട് ഗ്ലാസ് തറയിലിട്ടാ പോരെ, ഞാനൊന്ന് അവാർഡ് വാങ്ങിച്ചിട്ട് ഗ്ലാസ് തറയിലിട്ടാ പോരെ എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാ, അവിദ്യായാം അന്തരേ വർത്തമാനം സ്വയം ധീരാഹ പണ്ഡിതാം മന്യമാനാഹ. നമ്മൾ എന്തോ ഗ്രേറ്റ് ആണെന്ന് സ്വപ്നത്തിലൂടെ കണ്ടുകൊണ്ടേയിരിക്കണു. വാസ്തവത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ എല്ലാത്തിലും നിന്നില്ല. ഉണർവേ സ്വരൂപം ഭഗവാന്റെ. ഭഗവാൻ ഉണർത്തണു. ഗുഡാകേശൻ എന്ന വാക്കിന് അർത്ഥം തന്നെ ഉറക്കത്തെ ജയിച്ചവൻ എന്നർത്ഥം. എന്ന് വെച്ചാൽ ഈ അവിദ്യയെ ജയിച്ചവൻ എന്നർത്ഥം. അവിദ്യയെ ജയിച്ചവന് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അവിദ്യയെ ജയിച്ചവന് ആനന്ദമാണ് അവന്റെ സ്വരൂപം എന്ന് അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ അവിദ്യക്ക് മൂലകാരണം എന്താണെന്ന് നോക്കിയാ മനസ്സ് എന്തൊക്കെയോ ലോകത്തെ സങ്കല്പം ചെയ്യണു. യം ലോകം മനസാ സംവിഭാതി വിശുദ്ധ സത്വഹ കാമയത്തെ യാശ്ച കാമാൻ. നമ്മുടെ സ്വരൂപം വിശുദ്ധമാണ്, ശുദ്ധ ചൈതന്യമാണ്. അതിന് ആഗ്രഹമേ ഇല്ല. പക്ഷെ ഈ മനസ്സ് എന്ത് ചെയ്യണോ, ഇതിൽ നിന്നും ചിദഗ്നികുണ്ട സംഭൂത, ചിത്താകുന്ന അഗ്നിയിൽ നിന്നും വന്ന ആ മനസ്സ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സങ്കല്പം ചെയ്ത് വിശുദ്ധമായ പൊരുളിന്റെ സ്വരൂപത്തിന്റെ ഫലം നമുക്ക് കിട്ടാതാക്കണം. വായുന ആനീയത്തെ മേഘഃ പുനസ്തേനൈവ കൽപ്പിതഃ. വായു എന്ത് ചെയ്യണു, മേഘത്തിനെ പതുക്കെ നീക്കി പോയി എന്ത് ചെയ്യണു, സൂര്യനെ മറയ്ക്കണു. എന്നിട്ട് വലിയ ഇരുട്ട് എന്ന് പറയണു അല്ലേ. മനസാ കൽപ്പതേ ബന്ധഃ മുക്തതേനൈവ കൽപ്പിതഃ. അതുപോലെ ഈ മനസ്സ് തന്നെയാണ് ബന്ധത്തെ കൽപ്പിക്കുന്നത്. ബന്ധം എന്ന് പറഞ്ഞ സംസാരം. ഈ സംസാരത്തിനെ രൂപീകരിക്കുന്നത് മുഴുവൻ മനസ്സിന്റെ പരിപാടിയാണ്. അവിദ്യയുടെ പടലം രൂപീകരിക്കുന്നത് മനസ്സാണ്. മനസ്സ് എന്ത് ചെയ്യണു, സങ്കല്പം ചെയ്യണു, വേഗം. ഇവിടെ മാണിക്യവാചകർ സ്വാമി വേഗം എന്ന് പറയണു മനസ്സിന്. വേഗം കെടുത്താണ്ട വെന്തനടിവൽക. മനസ്സിനെ ഒരു വേഗം എന്ന് പറഞ്ഞു, ഒരു ആക്സിലറേഷൻ, ഒരു ഓട്ടം. വാസ്തവത്തിൽ നോക്കൂ, അതൊരു ഓട്ടമാണ്. എന്തിനെയോ തേടിക്കൊണ്ടുള്ള ഓട്ടം. എങ്ങനെ മനസ്സോടണോ, 5 ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ ഓടണു. ഏതിലോടണു? വിഷയങ്ങളാകുന്ന റോഡിലൂടെ ഓടണു. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവഹ ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാൻസ്തേഷു ഗോചരാണ്. ആത്മാനം രഥിനം വിദ്ധി. ആത്മാവാണ് രഥി, ഓണർ. ശരീരം രഥമാണ്. ഈ ശരീരം എന്ന് പറയുന്നത് യാത്ര ചെയ്യാനുള്ളൊരു വാഹനമാണ്. ഇതിനകത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്രികൻ ആരാണെന്ന് ചോദിച്ചാൽ ആത്മാവ്. ബുദ്ധിം തു സാരഥിം വിദ്ധി. ഈ ബുദ്ധിയാണ് നമ്മളെ നയിക്കണത്. ഒരാൾ ഓടിച്ചുകൊണ്ട് പോണു. ഇന്നലെ ഒരു ആക്സിഡന്റ് നടന്നുള്ളൂ, നൊടിയടയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ എത്ര നേരം നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും അല്ലേ? ബുദ്ധിം തു സാരഥിം വിദ്ധി. സാരഥി നന്നായിരുന്നാൽ
മനഃപ്രഗ്രഹമേവ ച. ഈ ഓട്ടം പിടിച്ച മനസ്സുണ്ടല്ലോ, മനസ്സ് ഓട്ടം പിടിച്ചു പോണു. എങ്ങനെ ഓട്ടം പിടിച്ചു പോണു? 5 കുതിരകളാകുന്ന ഇന്ദ്രിയങ്ങൾ ഓടണം. ഏതിന്റെ പിന്നാലെ ഓടണു? വിഷയങ്ങളാണ്. ന വിഷം വിഷയാ തീവ്രം. ഒരു വിഷവും വിഷയത്തിനെ പോലെ തീവ്രമേ അല്ല എന്നാണ്. വെളിയിൽ നമ്മൾ കാണുന്ന വിഷമുണ്ടല്ലോ, അതൊന്നും വിഷയത്തിന്റെ അത്ര തീവ്രമേ അല്ല. വിഷയം എന്ന് പറയണ വിഷം വലിയ തീവ്രമാണ്. അതെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഒരു വിഷയത്തിൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അടുത്ത വിഷയത്തിൽ പോയി വീഴണു. ഒന്നിൽ നിന്നും വേറൊന്നിലേക്ക്, ഒരെണ്ണത്തിൽ നമുക്ക് തെക്ത അനുഭവം കിട്ടുമ്പോൾ വേറൊരു വസ്തുവിൽ പോകണു, വേറൊരു ഉപാധിയെ നമ്മൾ തേടണു. ആ ഉപാധിയിലും തെക്ത അനുഭവം തന്നെയാണ്. ദുഃഖ ഔഷധം തദപി ദുഃഖം. ഭാഗവതത്തില് പ്രഹ്ലാദൻ പറയുന്നു, ദുഃഖത്തിന് നമ്മൾ തേടണ ഔഷധം പാരസെറ്റമോൾ കഴിക്കണു. ഒരു പനി വരുമ്പോൾ നിത്യം പാരസെറ്റമോൾ കഴിച്ചാ ഇനി പനിയേ വരില്ല എന്നുള്ള അവസ്ഥ ആർക്കും ഇല്ല, അല്ലേ? വീണ്ടും വരും. പക്ഷെ ഇത് കഴിച്ച് എന്ത് ചെയ്യണു? ഇതിന്റെ കെമിക്കൽ റിയാക്ഷൻ എല്ലാം കൊണ്ട് കിഡ്നിയോ എന്തെങ്കിലുമൊക്കെ അടിച്ചു പോണു. അപ്പോൾ അന്ന് ദുഃഖത്തിന് നമ്മൾ എടുത്ത മെഡിസിൻ വലിയൊരു ദുഃഖത്തിന് കാരണമാവണു, അല്ലാതെ ശാശ്വതമായ പരിഹാരത്തെ തരണില്ല. ശാശ്വതമായ പരിഹാരം തരണമെങ്കിൽ എന്തു വേണം? സാധനയാകുന്ന മരുന്ന് കഴിക്കാം, പഞ്ചാക്ഷരമാകുന്ന മരുന്ന് കഴിക്കാം. ആ പഞ്ചാക്ഷരമാകുന്ന മരുന്നിന്റെ ഫലം ഈശ്വരനാണ്. ആ ഈശ്വരൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, വേഗം കെടുത്ത ആണ്ട വേന്തനടിവൽക. ആ ഈശ്വരൻ ഈ ആക്സിലറേഷനെ കൊടുക്കണു, കുറയ്ക്കണു. സദ്ഗുരു എന്ത് ചെയ്യണു? മനസ്സിനെ പതുക്കെ ഇല്ലാതാക്കണു. എന്താ മനസ്സ് എന്ന് പറഞ്ഞാൽ, മനസ്സ് 5 കാര്യങ്ങളാണെന്ന് യോഗസൂത്രം പറയുന്നു. പ്രമാണം, വിപര്യം, വികൽപ്പം, സ്മൃതി, നിദ്ര. മനസ്സിന്റെ സ്വരൂപം 5ആണ്. മനസ്സ് 5ആയിട്ട് പിരിഞ്ഞിരിക്കണം. എന്താന്ന് വെച്ചാൽ, ഒന്ന് പ്രമാണം. പ്രമാണം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു അടിസ്ഥാനം വെച്ചിട്ട്, ഒരു വേദ പ്രമാണം വെച്ചിട്ട് എന്തിനെയൊക്കെ നമ്മൾ എന്തൊക്കെയോ വെച്ച് ജഡ്ജ് ചെയ്യണം, അല്ലേ? ഇത് ശരി, ഇത് തെറ്റ്, കിം ഭദ്രം കിം അഭദ്രം ദ്വൈതസ്യ അവസ്തുന. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ ഉപദേശിച്ചു, കിം ഭദ്രം കിം അഭദ്രം, എന്ത് നല്ലത് എന്ത് ചീത്താന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും ദ്വൈതസ്യ അവസ്തുന എന്ന് വെച്ചാൽ വസ്തു ഇല്ലാത്തത്. എന്തില്ലാത്തത്? മനസ്സ്. മനസ്സ് ഇല്ലാത്തതാണ്. പക്ഷെ അത് ഒരു പ്രമാണത്തെ അടിസ്ഥാനമാക്കി വെച്ചിട്ട് കാണണം. കുറച്ചു പേര് ഇവിടെ ഇരിക്കണു, അതിൽ ഒരാളെ സെലക്ട് ചെയ്ത് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറയാണ്, അയാൾ കള്ളനാണ് കേട്ടോ, അയാളെ കുറിച്ച് എനിക്ക് അറിയേയില്ല, പക്ഷെ ഞാൻ അയാളെ കള്ളൻ ഒരു പ്രമാണം വെച്ച് കാണണം, അല്ലേ? ഫസ്റ്റ് തോട്ട് എന്താ വരണത്? കള്ളൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളെ നിരീക്ഷിക്കണം. ഇതാണ് പ്രമാണം. ഇത് മാത്രമല്ല പ്രമാണം, ഒരു വേദശാസ്ത്രത്തിനെ എടുത്തിട്ട് ശാസ്ത്രവിഹിതമായ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാവൂ, ഒരു ആചാരം ഇങ്ങനെ ചെയ്യാവൂ, ഒരു അനുഷ്ഠാനം ഇങ്ങനെ ചെയ്യാവൂ, ഇത് പ്രമാണം. മനസ്സ് ഈ പ്രമാണത്തിൽ നിൽക്കണം. 2 ഈ പ്രമാണത്തിൽ മാത്രമാണോ നിൽക്കുന്നത്? വിപര്യം. ഈ പ്രമാണം നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെ, ഒരു ഗ്രന്ഥം എടുത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ വേറൊരു ഗ്രന്ഥം വരണം, അല്ലേ? ഒരേ ഒരു ആചാരത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ വേറൊരു ആചാരം വന്ന് നമ്മളെ മാറ്റണം. ഈ ആചാരമാണ് നല്ലത്, ഈ ആചാരമാണ് നല്ലത്. ഇതാണ് വിപര്യം. വാസ്തവത്തിൽ നമുക്ക് അറിയില്ല, പക്ഷെ അറിയാത്ത ഒരു കാര്യത്തിന് നമ്മൾ ജഡ്ജ്, അല്ലേ? തൊട്ടടുത്ത വീട്ടുകാരൻ ഏതോ നമ്മൾ, അല്ലേ, പറയണ്ട എന്താണെന്ന്, തൊട്ടടുത്ത വീട്ടുകാരൻ ഏതെങ്കിലും ഒരു ശക്തിയുള്ള ക്ഷേത്രത്തിൽ പോയാൽ വിചാരിക്കും, എനിക്കെന്തോ കൂടോത്രം ചെയ്യാൻ പോയിരിക്കുകയാണ്, എനിക്ക് വേണ്ടി എന്തോ കൂടോത്രം ചെയ്യാൻ പോയിരിക്കുകയാണെന്ന് തോന്നും. എന്തുകൊണ്ട് തോന്നണോ? അത് വിപര്യം, അത് സത്യമല്ലാത്തതാണ്. വാസ്തവത്തില് വസ്തുവേ ഇല്ല, പക്ഷെ അത് തോന്നണോ, അല്ലെ? സ്വപ്നത്തില് നമ്മൾ കാണുന്നത് വിപര്യമാണ്, വാസ്തവത്തിൽ നടക്കണില്ല, പക്ഷെ സ്വപ്നത്തിൽ എന്തൊക്കെയോ സങ്കല്പത്തിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നു. 3ാമത് വികൽപ്പം, സങ്കല്പം, വിക്ഷേപം. മനസ്സ് ഷാറ്റേർഡ് ആയി പോയിക്കൊണ്ടിരിക്കണം, ഒന്നിലേക്ക് പതിക്കണു. കേനേഷിതം പതതി പ്രേഷിതം മനഃ.
മനസ്സ് പതിക്കണോ അല്ലെ? ഉണരുമ്പോൾ മനസ്സ് എല്ലായിടത്തും പോയി പതിക്കണോ, മനസ്സ് ഒന്നൊന്നിൽ പോയി അറ്റാച്ച്ഡ് ആവണോ, ഒന്നൊന്നിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവണോ അല്ലെ? ഇപ്പൊ ഒരാൾ ഇവിടെ വന്നാൽ ഞാൻ ഈ ആളിൽ അറ്റാച്ച്ഡ് ആവും. ഇതിനേക്കാളും പ്രിയപ്പെട്ട ഒരാൾ ഇതിന്റെ മുമ്പിൽ വന്നാൽ ഇതിൽ നിന്നും മനസ്സ് ഡിറ്റാച്ച്ഡ് ആയിട്ട് മറ്റതിൽ പോയി ഒട്ടും അല്ലെ? മനസ്സ് ഡിറ്റാച്ച് അറ്റാച്ച് മനസ്സിനുണ്ട്. എപ്പോഴാണ് അത് ഡിറ്റാച്ച്ഡ് ആവണത്? ഇതിനേക്കാളും വലുത് വരുമ്പോഴേ അത് ഡിറ്റാച്ച് ആവും. ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന വസ്തുവിനേക്കാളും കുറച്ചുകൂടെ ഉപരി വരുമ്പോൾ മനസ്സ് ഡിറ്റാച്ച്ഡ് ആയി അതിൽ പോയി നിൽക്കും. അപ്പൊ മനസ്സ് എന്ത് ചെയ്യണു? ഏതോ ഒന്നിനെ തേടിക്കൊണ്ടേയിരിക്കണു അല്ലെ? ഈ തേടലിനെയാണ് വിക്ഷേപം എന്ന് പറയുന്നത്. പക്ഷെ ഈ തേടൽ എന്ത് ചെയ്യണു? വികല്പം എന്ത് ചെയ്യണു? വേറെ വേറെ വികല്പത്തിലേക്ക് കൊണ്ടെത്തിക്കണം അല്ലെ? ഒന്നിൽ നിന്നും ഒന്നിലേക്ക് പോകണം, മൃത്യുവിൽ നിന്നും മൃത്യുവിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മനസ്സ് വെളിയിലേക്ക് ഷാറ്റേർഡ് ആവണത് മൃത്യുവിന് കാരണമാണ്. മനസ്സ് എപ്പോ വെളിയിലേക്ക് പോണോ അവിടെ മൃത്യു ഉണ്ട്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ എല്ലാത്തിനും യോഗ യോഗ വിഷാദ യോഗ അല്ലെ? വിഷാദം എങ്ങനെ യോഗമാക്കാം, സാഖ്യയോഗ തത്വത്തെ എങ്ങനെ യോഗമാക്കി മാറ്റാം, കർമ്മയോഗ കർമ്മത്തെ ഇനി തത്വത്തെ അറിഞ്ഞ് കർമ്മത്തെ എങ്ങനെ യോഗമാക്കാം അല്ലെ? ഓരോന്നും യോഗം 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 എന്നാണ് പറയണത്. യോഗം എന്ന് പറഞ്ഞാൽ എന്താന്ന് പതഞ്ജലി മഹർഷി പറയുന്നു, യോഗ ചിത്തവൃത്തി നിരോധ. ഈ വികല്പത്തെ ഇല്ലാതാക്കുന്നതാണ് യോഗം. യോഗ എന്ന് പറയണത് കൂടെ അതിനാണ്. നമുക്ക് ഇപ്പൊ സായിപ്പ് വന്ന് കൈ തൂക്കി കാലിൽ തൂക്കി കാണിച്ച അതാണ് യോഗ. നമുക്ക് ഈ ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഈ വിദ്യയെ, ഈ ശാസ്ത്രത്തെ, യോഗശാസ്ത്രത്തെ വേണ്ട. ശ്രീമദ് ഭഗവത്ഗീത ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ അല്ലെ? ഈ യോഗശാസ്ത്രം ഈ ഭാരതത്തിൽ ഉണ്ടായതാണ്, ഈ ഋഷികളുടെ തന്നെ ഫലമാണ്. പക്ഷെ അത് നമ്മൾ പഠിക്കണത് എപ്പോഴാന്ന് വെച്ചാൽ സായിപ്പ് അവിടെ നിന്ന് ഇവിടെ വന്ന് പഠിപ്പിച്ച വലിയ കാര്യം അല്ലേ? കൈ തൂക്കുക അല്ലേ? ഇപ്പൊ പോയാ ബീച്ചിലൊക്കെ പോയാൽ എന്താ കാണാന്ന് വെച്ചാൽ ഹഹഹാന്ന് ചിരിയാണ്, ലാഫിങ് എക്സസൈസ്. കുറെ പൈസ കൊടുത്ത് ഇല്ലേ? ഒരു ഭഗവത് കഥ കേട്ടിട്ട്, ഒരു തമാശ കേട്ടിട്ട്, കുടുംബത്തിൽ എല്ലാവരും സന്തോഷമായിട്ടിരുന്നിട്ട് ഭഗവതാരാധന ചെയ്തിട്ട് ആനന്ദിക്കാനൊന്നും വയ്യ, കാശ് കൊടുത്തിട്ട് ബീച്ചിൽ പോയിട്ടില്ലേ? എന്താണ് ഭ്രാന്ത് എന്ന് പറയണത്? ഓരോ തരത്തില് വട്ടെ. എന്നിട്ട് നമ്മൾ വെളിയിൽ ഒരു ജ്ഞാനിയോ ആരെങ്കിലും വഴി കൂടെ ഭ്രാന്ത് പിടിച്ചു പോയി കേട്ടോ. സ്പിരിച്വാലിറ്റിയിൽ പോയി ഭ്രാന്ത് പിടിച്ചു പോയി. ഇത് വലിയൊരു ഭ്രാന്താണ്, ശരി, ഭ്രാന്താണ്. പക്ഷെ ഇതൊരു ആനന്ദമായ ഭ്രാന്ത്. മറ്റതിന് ഒരു ആനന്ദമേ ഇല്ലല്ലേ? മറ്റേ ഭ്രാന്ത് എന്താ? ഓരോ ആനന്ദവും ഇല്ലാതെ കാശിന്റെ പിന്നാലെ ഓടണു, ഓരോ ആനന്ദവും ഇല്ലാതെ കുടുംബത്തിനെ ക്ലിയർ ആക്കാൻ നോക്കണു. പക്ഷെ ഇത് നോക്കൂ, ഒരു ആനന്ദമുണ്ട് ഈ ഭ്രാന്തിൽ. രാമകൃഷ്ണദേവന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞപ്പോ ആർക്കാ ഭ്രാന്തില്ലാത്തതെന്ന് ചോദിച്ചു. ആർക്കാ ഭ്രാന്തില്ലാത്തത്? കുറെ പേർക്ക് പണം എന്നൊരു ഭ്രാന്ത്, ചിലർക്ക് വിവാഹം കഴിഞ്ഞില്ല എന്ന് ഭ്രാന്ത്, കുടുംബം ഇല്ല എന്നൊരു ഭ്രാന്ത്, എനിക്ക് ജ്ഞാനം കിട്ടിയില്ല എന്ന് ഭ്രാന്ത്, എനിക്ക് ദേവിയെ കിട്ടിയില്ല എന്നൊരു ഭ്രാന്ത്. അപ്പൊ എല്ലാവർക്കും ഭ്രാന്തുണ്ട്. ഈ ഭ്രാന്ത് എന്തിന്റെ സ്വരൂപമാണ്? മനസ്സിന്റെ സ്വരൂപമാണ്. അതിനാണ് വികല്പം എന്ന് പറയുന്നത്. ഈ ഭ്രാന്തിനെയാണ് വികല്പം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ എന്താ? സ്മൃതി. മനസ്സ് കുറെ സ്മൃതി, മനസ്സ് ബുദ്ധിയുമായി അറ്റാച്ച്ഡ് ആയി നിന്നിട്ട് സ്മൃതി വരണു. പൂർവ്വത്തിൽ ഇങ്ങനെ ചെയ്തു, ഒന്നും വേണ്ട അല്ലേ? ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പെൻസിലിട്ടൊന്ന് കുത്തി 90 വയസ്സായാലും പറയും. ഭാര്യ ഭർത്താവ് കല്യാണം കഴിഞ്ഞ് ദിവസം എന്തെങ്കിലും നടന്നോ, അത് അപ്പോൾ 90 വയസ്സിൽ പറയും, എനിക്ക് അന്ന് അങ്ങനെ ചെയ്തതാണ്, ഇങ്ങനെ ചെയ്തതാണ്. ചെറിയ കാര്യത്തിൽ പോലും മനസ്സ് എത്രയോ കാലം വച്ചിരിക്കണു. അതാണ് സ്മൃതി എന്ന് പറയുന്നത്. നല്ല സ്മൃതി. ഒരു സത്സംഗത്തിൽ ഇരുന്ന് നല്ല ഭഗവത് കഥകൾ കേട്ടതൊക്കെ മറന്നു പോകണം. ആരെങ്കിലും കുറ്റം പറയണത് ഓർത്ത് വെച്ചിരിക്കണം എത്ര കാലം. നല്ലതിനെ മറപ്പിക്കണം ഭഗവാൻ അല്ലേ? തിരോധാനകരി ഈശ്വരി. ഈ മായ എന്ത് ചെയ്യണം? നല്ലത് ചെയ്തതിനൊക്കെ മറപ്പിച്ചിട്ട് ചീത്ത ചെയ്തതിനെ എടുത്ത് ഉയർത്തി വെക്കണം.
എന്നാ അത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ പറയും ഇപ്പൊ അറ്റ് ലാസ്റ്റ് എന്ത് നടന്നോ അതാണ് മനസ്സിന് ഇഷ്ടം. ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരാൾ നല്ലത് ചെയ്യാൻ നോക്കൂ, ഒരു ചീത്ത ചെയ്തിട്ട് ഒരാൾ നല്ലത് ചെയ്യാൻ നോക്കൂ, നമ്മൾ ആ ചീത്തയിലൂടെ കാണും. എനിക്ക് ചീത്ത ചെയ്യാനാണോ അയാൾ നിൽക്കണത് എന്ന് ആദ്യത്തെ ഒരു തോട്ട് വരും. എന്താന്ന് വെച്ചാൽ മനസ്സ് ചീത്തയിൽ പോയി നിൽക്കുന്നു, കുപ്പയിലും പോലും. രാമകൃഷ്ണ ദേവൻ പറഞ്ഞു, മനസ്സ് മലത്തിലും പോയി നിൽക്കണു, മൈസൂർ പാക്കിലും നിൽക്കണു ഒരേ സമയം. മനസ്സ് ഒരേ സമയം മൈസൂർ പാക്കിലും നിൽക്കണു, മലത്തിലും പോയി നിൽക്കണു. അപ്പൊ സ്മൃതിയാണ് പ്രോബ്ലം അല്ലേ? സ്മൃതി എന്ന് പറഞ്ഞ പാസ്റ്റ് ആണ്. മനസ്സ് പാസ്റ്റിലുണ്ട്, മനസ്സ് ഫ്യൂച്ചറിലുണ്ട്. അതാണ് വികല്പം. ഫ്യൂച്ചറിൽ മനസ്സ് പോയി നിൽക്കണു, പാസ്റ്റിൽ മനസ്സ് പോയി നിൽക്കണു. അറ്റ് പ്രസന്റിനെ മനസ്സിന് തൊടാനേ സാധ്യമല്ല. എപ്പോ മനസ്സ് പ്രസന്റിനെ തൊട്ടോ അത് പാസ്റ്റ് ആയിപ്പോയി, അതൊരു സ്മൃതി ആയിപ്പോയി. അപ്പൊ പ്രസന്റിൽ എന്തുണ്ട്? മനസ്സേ ഇല്ല. കാരണം മനസ്സ് ദൂരെ എവിടെ പോയി നിൽക്കണു? വേഗം കെടുത്താണ്ട വെങ്കനടി വെൽക. വേഗത്തിൽ എവിടെയോ പോയി നിൽക്കണു മനസ്സ് അല്ലേ? വേഗത്തിൽ പോയി എത്രയോ ദൂരത്തിൽ ആക്സിലറേറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണു. ഉണർന്നു കഴിഞ്ഞാൽ 10 കിലോമീറ്റർ അപ്പുറമാണ് എൻ്റെ ജോലി സ്ഥലമെങ്കിലും ഈ സെക്കൻഡിൽ ജോലി സ്ഥലത്ത് പോയി നിൽക്കണം. മനസ്സെന്താ അത്ര സ്പീഡാണ്. ആ സ്പീഡിനെ ഇല്ലാതാക്കണം, ആ സങ്കല്പ വികല്പങ്ങളെ ഇല്ലാതാക്കി. യോഗ ചിത്തവൃത്തി നിരോധ, മനസ്സ് വെളിയിലേക്ക് ഷാറ്റേർഡ് ആവണതിനെയാണ് സംസാരം എന്ന് പറയണത്. മനസ്സ് അന്തര്യാമിയിലേക്ക് തിരിയണതിനെയാണ് യോഗം എന്ന് പറയുന്നത്. അതാണ് യോഗ ശബ്ദം. അല്ലാതെ സായിപ്പ് വന്ന് കൈ തൂക്കൂ കാല് തൂക്കൂ എന്ന് പറഞ്ഞാൽ അത് യോഗയൊന്നുമല്ല അല്ലെ? ശരീരത്തിന് ഏതോ ശരീരത്തിന് നല്ലത് കൊടുക്കണു, ഇല്ല എന്ന് പറയണില്ല. പക്ഷെ അതിൻ്റെ ഉദ്ദേശം ശരീരത്തിന് നല്ലത് കൊടുക്കൽ മാത്രമല്ല, അതിൻ്റെ ഉദ്ദേശം ചിത്തവൃത്തികളെ ഇല്ലാതാക്കാനാണ്, മനസ്സിന്റെ സങ്കല്പങ്ങൾ ഇല്ലാതാക്കാനാണ്. രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു, ഭഗവാനെ, ഈ മനസ്സുണ്ടല്ലോ വലിയ കുഴപ്പം ചെയ്യണു ഭഗവാനെ, എന്താ ചെയ്യേണ്ടത്? ഇതിനെ എത്ര കൺട്രോൾ ചെയ്യണം നമ്മൾ? ഭഗവാൻ റിപ്ലൈ കൊടുത്തില്ല. തൊട്ടടുത്ത ദിവസം ഒരു ബേസ് ബോർഡിനകത്ത് കുറച്ച് അണ്ണാൻകുഞ്ഞുങ്ങളിരുന്നു. ഈ അണ്ണാൻകുഞ്ഞിനെ ഒന്ന് തുറന്നതും ഒരെണ്ണം വെളിയിൽ പോയി, ഭഗവാൻ അതിനെ പിടിച്ചിടുന്നു, അടുത്തത് വെളിയിൽ പോയി അതിനെ പിടിച്ചിടുന്നു, ഇതിനെ പിടിച്ചിടുന്നു. എന്നിട്ട് ഇദ്ദേഹത്തിനെ നോക്കിയിട്ട് ഭഗവാൻ പറഞ്ഞു, இந்த அணில் குஞ்சுக்கு தெரியாது வெளி உலகத்துல അതിനെ சாப்பிடுறதுக்கு பூனை இருக்குன்னு தெரியாது. ഈ അണ്ണാൻകുഞ്ഞിനെ അറിയില്ല വെളിയില് മൃത്യു ഇരിക്കണു, പൂച്ച രൂപത്തിൽ മൃത്യു ഇരിക്കണമെന്ന് അറിയില്ല അത്ര. ഇതുപോലെ ഈ മനസ്സിന് വെളിയിൽ മൃത്യു ഉണ്ട് എന്ന് അറിയില്ല. ഇത് തത്കാലം പോയി മൃത്യുയിൽ പോയി തൊടുമ്പോഴ്, മൃത്യുവുമായിട്ട് അടുക്കുമ്പോഴല്ലേ, ഒരു ചൂടടിക്കുമ്പോൾ ചൂടിനടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ അതിൽ നിന്നും അകന്നു പോണത് പോലെ മൃത്യുവിന്റെ താപം അല്ലെ, വിഷമം അടുത്തു വരുമ്പോഴേ ഓടണം മനസ്സ്. അടുത്ത വിഷമത്ത് അതിലും താപമാണ് ഇരിക്കണതെന്ന് മനസ്സിന് അറിയില്ല അല്ലേ? ഒന്നിനെ പിടിക്കുമ്പോൾ അടുത്തതിൽ പോണു, അടുത്തതിനെ പിടിക്കുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് പോണു, ഇവിടെ നിന്ന് പോകുമ്പോൾ അങ്ങോട്ട് പോണു. എപ്പം മൃത്യുവിനെ സന്ധിച്ചോ, അതുകൊണ്ടാണ് ഭഗവാൻ ഒരു നാമം മൃത്യവേ സ്വാഹ, മൃത്യവേ സ്വാഹ. ഭഗവാൻ ഒരു നാമം മൃത്യു എന്നൊരു നാമം. എന്താന്ന് വെച്ചാൽ എപ്പോ ആ മൃത്യുവിനെ നമ്മൾ കണ്ടുവോ, ടു ബി വിത്ത് ഗുരു ഈസ് ടു ബി വിത്ത് ഫയർ. വലിയ താപമാണ് ഒരു ഗുരുവിന്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. ആ ഗുരു എന്ത് ചെയ്യണു? വേഗം കെടുത്തണു, മനസ്സിനെ ഇല്ലാതാക്കണു. അപ്പൊ വലിയ താപം, വലിയ ചൂട് വരും. കാരണം മനസ്സ് വെളിയിൽ എന്തൊക്കെയോ തേടാണ്. മനസ്സിനെ പിടിച്ചെടുത്തുമ്പോൾ ഒരു താപം വരും. ടു ഗോ അവേ ഫ്രം ഗുരു ഈസ് ഓൾസോ ഗോയിങ് അവേ ഫ്രം ഈശ്വര, ഗോഡ്. പക്ഷെ ഈ ഗുരുവിൽ നിന്ന് നമ്മൾ അകന്നു പോയി നോക്കൂ, ഈശ്വരൻ നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കും. ഈശ്വരൻ എന്ന് പറഞ്ഞ ശാന്തി. ഗുരുവിൻ്റെ അടുത്ത് താപമുണ്ടെങ്കിലും ആ താപം നമുക്ക് ശാന്തിയെ തരണു. ഗുരുവിന്റെ താപത്തെ ഭയന്നോടണോ, അശാന്തിയിൽ വീണ് മൃത്യുവിൽ വീണ് മൃത്യു തന്നെയായി മാറണു, വീണ്ടും ജനിച്ച് മരിക്കാൻ പോകും. ഇപ്പൊ സദ്ഗുരു ഈശ്വരൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ വേഗത്തെ ഇല്ലാതാക്കണം. സുന്ദരമൂർത്തി നയനാർ,
ആ സുന്ദരമൂർത്തിയുടെ കഥ വളരെ വിചിത്രമായ കഥ. വിശ്വസിക്കണമെങ്കിൽ പോലും അത്ര തീവ്രമായ ഭക്തി വേണം നമുക്ക്. ആ സുന്ദരമൂർത്തിയുടെ വിവാഹ ദിവസം, വിവാഹ ചടങ്ങെല്ലാം നടക്കുന്നതിന്റെ ഇടയിൽ ഒരു വൃദ്ധൻ വന്നു. ആ വിവാഹത്തെ മുഴുവൻ കൊളമാക്കി, വിവാഹം കഴിപ്പിക്കാതെ ശക്തിയായിട്ട് പിടിച്ചോണ്ട് പോയി ഒരു സ്ഥലത്ത് സ്വരൂപത്തെ കാണിച്ചു കൊടുത്താണ് വേഗം കെടുത്താണ്ട വേങ്കനടി വെൽക്ക. സംസാരത്തിൽ നമ്മൾ വീഴാൻ പോകുമ്പോൾ ഭഗവാന്റെ കാരുണ്യം എന്താണ്? ആ സംസാരത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി അമൃതത്വത്തിലേക്ക് കൊണ്ടുവരണം, അധ്യാത്മത്തിലേക്ക് കൊണ്ടുവരണം. അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാ പുരാണഗുഹ്യം തം വ്യാസസൂനം ഉപയാമി ഗുരും മുനീനാം. ആചാര്യന്മാരൊക്കെ വിഷമിച്ചത് എന്താ? ഇവർക്ക് ശാന്തിയെ കൊടുക്കണം. എവിടെ നിന്ന് ശാന്തിയെ കൊടുക്കണം? സംസാരത്തിൽ നിന്നും കരകയറ്റി ശാന്തിയെ കൊടുക്കണം. അപ്പൊ മനസ്സിനെ, അതിന്റെ വേഗം പതുക്കെ പതുക്കെ കുറയ്ക്കുക, വികല്പ സങ്കല്പങ്ങളൊക്കെ പതുക്കെ കുറയ്ക്കുക. അതിനാണ് പഞ്ചാക്ഷരമാകുന്ന ആലംബനം അല്ലെ, ഏകതത്വ നാമ ദൃഢധരി മനഃ. ഏകതത്വമായിരിക്കണ നാമം മനസ്സിനെ ദൃഢപ്പെടുത്തുന്നു ജ്ഞാനേശ്വരൻ. അപ്പോ ആ ഏകതത്വമായിരിക്കണ ഭഗവാനെ ആലംബമായിട്ട് പിടിച്ച ഈ മനസ്സ് പതുക്കെ 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 വേഗം കുറഞ്ഞു 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 വരും. അത് സദ്ഗുരുവിൻ്റെ സന്നിധിയിലേ നടക്കുള്ളൂ. തുടർന്ന് നമുക്ക് കാണാം.